പ്രണയപ്പകയല്ല, പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ താൻ അന്വേഷിക്കുന്ന കേസിനെ കുറിച്ച്, അതിന്റെ വഴികളെക്കുറിച്ച് ഇത്രയും വ്യക്തമായിട്ട്, ഇത്രയും വികാരവായ്പോടെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയാലോ, അത് ഈ പോലീസുകാരനാണ്. ഈ ഷാരോൺ വധക്കേസിനെ കുറിച്ചാണ് ഇത്രയും കൃത്യമായിട്ട് പറയുന്നത്. ഇന്ന് മലയാളക്കര മുഴുവൻ കാത്തിരുന്നത് കഷായം ഗ്രീഷ്മ എന്ന് വിളിപ്പേരുള്ള ആ പെൺകുട്ടിക്ക് എന്ത് ശിക്ഷയായിരിക്കും നമ്മുടെ നീതിന്യായ വകുപ്പ് വിധിക്കുന്നുണ്ടായിരിക്കുക എന്നാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ ഫാമിലിക്ക് മുഴുവൻ, അമ്മാവന് മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് മാത്രമല്ല, അമ്മ കൂടി ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്, അവർക്ക് കൂടി തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. ഇത് മനഃപൂർവ്വമായിട്ടും കൃത്യമായിട്ടും വീട്ടുകാരെല്ലാം മറഞ്ഞ് ഉണ്ടാക്കപ്പെട്ട ഒരു കൊലപാതക കേസ് തന്നെയാണെന്ന് മലയാളക്കര മുഴുവൻ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം ഇതാ കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് ഇന്ന് പ്രതീക്ഷിച്ചതാണ്. നിർഭാഗ്യമാണ്, നമ്മുടെ എല്ലാവരും നിർഭാഗ്യമാണ്, തിങ്കളാഴ്ചത്തേക്ക് വിധി മാറ്റിവെച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുമ്പോൾ നമ്മൾക്ക് പ്രതീക്ഷയുള്ളത് നീതിന്യായ വകുപ്പ് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കുമെന്നാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇതിന്റെ വാദവുമായി ബന്ധപ്പെട്ട്, വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോടതിയിലെ ആ ഒരു കാഴ്ചയ്ക്ക് ശേഷം ഈ പോലീസുകാരൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. പ്രണയപ്പകയല്ല, പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരൂഖ്. പ്രണയപ്പക ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നില്ല. ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. മരിക്കുമെന്ന് ഏകദേശം 99% ഉറപ്പായ ഘട്ടത്തിലാണ് അച്ഛനോട് ഈ പറയുന്ന സത്യം തുറന്നു പറഞ്ഞത്. അതുവരെ അവനറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. അത് പ്രണയപ്പകയല്ല, പ്രണയപ്പക എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതായത് മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗ്രീഷ്മ ഈ പയ്യനായ, പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിദ്യാർത്ഥിയായ, രണ്ട് സമുദായത്തിൽപ്പെട്ട ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകമല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ചിട്ടും അവനതിൽ പിന്മാറാതെ വന്നപ്പോഴാണ് കൊല ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെ ഈ പ്രവൃത്തി. വ്യക്തമായ വാക്കുകളാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ആ പോലീസുകാർ അത്ര കൃത്യമായിട്ട് ആ കേസിന് പുറകിലെ പോയിട്ടുണ്ട്. ഒരു തരത്തിലും ഇത് പ്രണയ പകയല്ല. ഒരു തരത്തിലും ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തില് മാനഭംഗപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവരെ ഫോട്ടോകളൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ ഒന്നും ശ്രമിച്ചിട്ടേയില്ല. അവിടെ എല്ലാ തരത്തിലുള്ള ചാറ്റുകളും മുഴുവൻ പരിശോധിച്ചതിന് ശേഷമുള്ള വർത്തമാനമാണ് ഈ ഒരു പോലീസുകാരൻ പറയുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം, ഇന്ന് ഗ്രീഷ്മ കോടതിയിൽ പോയി പറഞ്ഞ വാക്കുകളിൽ ഒന്നിങ്ങനെയാണ്: എൻ്റെ വയസ്സ് 24 വയസ്സാണ്, മറ്റു ക്രിമിനൽ പശ്ചാത്തലമില്ല, തുടർന്ന് പഠിക്കണം, ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രതീക്ഷിക്കുന്ന ശിക്ഷ ഒരു പക്ഷേ അവൾ തൂക്കിക്കൊലയായിരിക്കും. ആ ഒരു ശിക്ഷയിൽ കുറഞ്ഞ അവൾക്ക് കിട്ടില്ല എന്ന് നല്ല ബോധ്യം അവൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഇന്ന് രാവിലെ കോടതി കൂടിയപ്പോ ഈ ശിക്ഷയെ കുറിച്ച് എന്തെങ്കിലും പ്രതിക്ക് പറയാനുണ്ടോ എന്നുള്ളത് അത് നിയമപരമായിട്ട് കോടതി ചോദിക്കേണ്ടതാണ്. അത് ചോദിച്ചു. അപ്പോ ഗ്രീഷ്മ കോടതിയോട് പറയാനുണ്ട് എന്നുള്ള ഒരു കാര്യം അടുത്ത് ചെന്ന് പറഞ്ഞു. അതായത് MA ലിറ്ററേച്ചർ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി എന്നും മുമ്പ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ല എന്നും അതുപോലെ തന്നെ പാരന്റ്സിന് ഒറ്റ മകളാണെന്നും അതുകൊണ്ട് മറ്റ് ശിക്ഷ വളരെ കുറഞ്ഞ ഒരു, അതായത് ഈ നിയമം അനുശാസിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ തരണം എന്ന് മാത്രമാണ് ഗ്രീഷ്മ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ഷാരോൺ വധക്കേസിൽ പ്രോസിക്യൂഷൻ എന്ത് പറഞ്ഞു, പ്രതിഭാഗം എന്തു പറഞ്ഞു എന്ന് നമ്മൾ കൃത്യമായി നോക്കണം. പ്രോസിക്യൂഷൻ പറഞ്ഞത് ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ മനസ്സെന്നാണ്. ഇന്നത്തെ വാദത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞതാണ്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ മനസ്സാണ്. പക്ഷേ ഗ്രീഷ്മ വിവാഹം കഴിക്കാൻ ആദ്യം ആഗ്രഹിച്ചിരുന്ന ആ ഒരു ചെറുപ്പക്കാരൻ, ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അത്രയും തളരിതമായ മനസ്സിന് ഉടമയായിരുന്നു. കൊന്നത് ഷാരോണിന്റെ സ്നേഹത്തെയാണെന്നാണ് ഇന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. ആസൂത്രണം നടത്തി തന്നെയായിരുന്നു കൊലപാതകം. ഇവനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അപ്പുറത്തുണ്ട്, ഇവനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു മനുഷ്യന് അപ്പുറത്തുണ്ട്. തനിക്ക് നല്ല വേറെ ജീവിതം കിട്ടുമെന്നതിന്റെ ഒരു തോന്നലിന്റെ ഭാഗമായിട്ടാണ്, ഒരു പട്ടാളക്കാരനുമായിട്ടുള്ള ജീവിതം അതിഗംഭീരമായിരിക്കും എന്നുള്ള തോന്നലിന്റെ ഭാഗമായിട്ടാണ് സ്നേഹിച്ച ഈ ഒരു ചെറുപ്പക്കാരനെ കൊന്നുകളയാൻ അവസാന നിമിഷത്തിൽ ഇവർ തീരുമാനിക്കുന്നതെന്ന് ഇന്ന് പ്രോസിക്യൂഷന്റെ വാദത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിക്ക് വധശിക്ഷയാണ് നൽകേണ്ടത്. കാരണം ഇത് അപൂർവമായിട്ടുള്ളൊരു കേസമാണ്.
ഇങ്ങനത്തെ ഒരു കേസ് നമ്മുടെ കേരളക്കരയിൽ സംഭവിച്ചിട്ടില്ല. പ്രണയിച്ച ഒരു ചെറുപ്പക്കാരനെ വേറൊരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് വിഷം കൊടുത്തു കൊല്ലുക. വിഷം കൊടുത്തെന്ന് ബോധ്യമായിട്ട് പോലും അന്ന് രാത്രിയുള്ള ചാറ്റിനിടയ്ക്ക് അതൊന്നും അറിയാത്തതുപോലെ പെരുമാറുക. അതിൽ വിഷമുണ്ടായിരുന്നു, ഛർദ്ദിച്ചോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ നോക്കുക. ഒരു തരത്തിലും മാനസികമായിട്ട് ഒരു തരത്തിൽ പോലും വിഷമം എന്ന് പറഞ്ഞ സാധനം ഈ പെൺകുട്ടിയുടെ മനസ്സിലില്ലെന്ന് മനസ്സിലാക്കണം. എന്തൊരു ക്രിമിനൽ മൈൻഡ് ആയിരിക്കും. പിന്നെ ഇവൾക്കൊക്കെ എന്തിനാണ് വേറെ ക്രിമിനൽ പശ്ചാത്തലം? എനിക്കതാ മനസ്സിലാവട്ടെ. ഇവർക്കൊക്കെ എന്തിനാണ് വേറെ ക്രിമിനൽ പശ്ചാത്തലം? എത്രയും ക്രൂരമായിട്ടുള്ള ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ടുള്ള പെൺകുട്ടി ഒരുപക്ഷെ നമ്മുടെ കേരളക്കര കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും പ്രതിഭാഗം പറഞ്ഞ കാര്യങ്ങൾ ഒന്നാണ്, ഷാരോൺ സ്വകാര്യ ദൃശ്യങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തി. സ്വാഭാവികമായിട്ടുള്ള മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു സംഗതിയാണ് ഷാരോൺ സ്വകാര്യ ഭാഗങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇത് വരാൻ പോകുന്ന കാര്യം, സ്വകാര്യ ഭാഗങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അങ്ങനത്തെ ലൂപ്പ് ഹോൾ നിയമത്തിലുണ്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ ലൂപ്പ് ഹോൾ. പക്ഷേ അത് വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും അത് വിജയിക്കില്ല എന്ന് തന്നെ പോലീസുകാരൻ പറയുന്നുണ്ട്. ഒന്ന് കാത്തു നിൽക്കണേ, ഞാൻ ആ ഒരു ശബ്ദം കൂടി നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ഭീഷണിക്ക് ഗ്രീഷ്മയുടെ ആത്മഹത്യാ പ്രവണത, പിന്നെ ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഇപ്പോഴുണ്ടെന്നാ പറയുന്നത്. ആയിക്കോട്ട് എന്നുള്ളത് എനിക്കൊന്നും പറയാനില്ല. തുടർ പഠനത്തിന് ആഗ്രഹമുണ്ട്, ഒപ്പം ആത്മഹത്യാ പ്രവണതയുണ്ട്. ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. ഒന്നുകിൽ തുടർ പഠനം കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ മുന്നോട്ട് പോകരുത് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഈ രണ്ടും കൂടി എങ്ങനെ നിൽക്കുന്നതാണ്. എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഷാരോൺ സ്വകാര്യ ഭാഗങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തി എന്നാണ്. അതിന് ഉത്തരം കിട്ടണ്ടേ? ഉത്തരം ഇതാ, അതേ പോലീസുകാരൻ ഭംഗിയായിട്ട്, ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഭംഗിയായിട്ട്, എനിക്ക് ഈ മനുഷ്യന്റെ പേരറിയില്ല, സോറി, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ എനിക്ക് സെർച്ച് ചെയ്ത് കിട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരൊന്ന് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അത്രയ്ക്ക് ഗംഭീരമായിട്ട് സംസാരിക്കുന്നു, അടിപൊളി ഭാഷ. അത്ര ഗംഭീരമായിട്ട് ഈ ഒരു മനുഷ്യൻ ഭാഷ ഉപയോഗിക്കുന്ന ആലോചിക്കുക. ഇതായിരിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥൻ. കാരണം വ്യക്തമാണ്, അതിവ്യക്തമാണ്. എന്തായാലും ആ ഒരു വാക്കിന്, ഷാരോൺ തന്റെ സ്വകാര്യ ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാക്കിന് ഉത്തരം ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നല്ല ഭാഷയിലൂടെ നൽകുന്നുണ്ട്. കേട്ടുപോകൂ. ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിട്ടില്ല. ഈ ഷാരോൺ രാജിന്റെയും ഗ്രീഷ്മയുടെയും വീഡിയോ ചാറ്റ്സുകളും വീഡിയോകളും ഫോട്ടോകളും എല്ലാം നമ്മൾ നിരന്തരം പരിശോധിച്ചാണ്. അതിലൊന്നും തന്നെ ഇത്തരം ഒരു ഫോട്ടോ പോലും നമുക്ക്, അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിവര് കൊലപ്പെടുത്തണം എന്നുള്ള സാഹചര്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കെട്ടുകഥകളും മറ്റുള്ള രീതിയിലുള്ള ഒഴിഞ്ഞു പോകുന്നതിനോടുള്ള ചില സ്റ്റോറീസും ഒക്കെ തന്നെ ഒരുക്കി ഈ ഷാരോൺ രാജിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും, അതെ, വിവാഹ നിശ്ചയം നടക്കുമ്പോൾ തന്നെ ഈ ഷാരോൺ രാജുമായിട്ടും നിരന്തരം രാത്രിയിൽ 1 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. തുടർന്ന് പട്ടാളക്കാരനായ പ്രതീക്ഷ വരനുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടി, അതിഗംഭീരമായിട്ടുള്ള വാക്കുകളാണ്, ഒരു സംശയമില്ല. ആ ഒരു പെൺകുട്ടി ചെയ്തതിനെ കൃത്യമായിട്ട് തന്നെ അതിഗംഭീരമായിട്ട് ഇദ്ദേഹം അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഷാരോൺ ഏതെങ്കിലും വിധത്തില് കഷായം ഗ്രീഷ്മയുടെ ഫോട്ടോസുകളോ വീഡിയോസുകളോ ഒക്കെ എടുത്തിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്ന വാദം നിലനിൽക്കില്ല. പിന്നെ പറയുന്നത് മുന്നേ ഞാൻ ഇങ്ങനത്തെ കൊലപാതകങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മാറ്റണമെന്നാണ്. എന്തിനാണ് മുന്നേ ചെയ്യുന്നത്? ഇത്രകാലം സ്നേഹം മാത്രം കൊടുത്ത് ആ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ആ ചെറുപ്പക്കാരനെ വേറൊരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് കൊന്നുകളഞ്ഞ, അതും കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്തിട്ടും അന്ന് രാത്രിയിൽ ചാറ്റിൽ മുഴുവൻ സ്നേഹം വഴിഞ്ഞൊഴുകിയ ഇവള് ഇനി അടുത്ത കൊലപാതകത്തിന് വേണ്ടിയിട്ട് അടുത്ത വിഷം കലക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തില്ലെന്ന് ആര് കണ്ടു? എന്തായാലും സുഹൃത്തുക്കളെ, തിങ്കളാഴ്ച വരെ നമുക്ക് കാത്തിക്കണം ഇതിന് പരിപൂർണമായിട്ടുള്ള ഒരു വിധിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളുടെ ആലോചനകൾ, ചിന്തകൾ ഷെയർ ചെയ്യുക. ബൈ.